നടത്താൻ പോകുന്ന സെക്രട്ടേറിയറ്റ് OA മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ ലാബ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്കും ഗുണപ്രദമാവുന്ന രീതിയിൽ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന 2024 LDC പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്ന മാത്സിലെ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്ന മുമ്പായിട്ട് എല്ലാ ചോദ്യങ്ങളും ഒന്ന് ചെയ്തു നോക്കി പോകുന്നത് നന്നായിരിക്കും. കാരണം നമുക്ക് ഇതിനു മുമ്പത്തെ സെക്രട്ടേറിയറ്റ് OA മെയിൻ പരീക്ഷ നോക്കുകയാണെങ്കിൽ അതിന് മുമ്പ് LDCയുടെ പരീക്ഷ നടക്കുകയുണ്ടായിരുന്നു. ഏകദേശം ഒരേ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു സെക്രട്ടേറിയറ്റ് OA പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയും LDC നടന്നിരിക്കുന്നു. ഇനി സെക്രട്ടേറിയറ്റ് OAയുടെ മെയിൻ പരീക്ഷ നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ LDC 2024 എല്ലാ മാത്സിലെ ചോദ്യങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് GK ചോദ്യങ്ങളാണെങ്കിലും ആ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്ന മേഖലകളൊക്കെ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ മാത്സിലെ ചോദ്യങ്ങളാണ് ചെയ്യാനായിട്ട് നമ്മൾ പോകുന്നത്. ഇന്ന് 2024 തിരുവനന്തപുരം ജില്ലയിൽ നടത്തിയ LDC പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഒന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുന്ന ഒന്നാമത്തെ ചോദ്യം 840 രൂപ വിൽപ്പന വിലയുള്ള തുണിത്തരങ്ങൾ 714 രൂപയ്ക്ക് വിൽക്കുമ്പോൾ വരുന്ന ഡിസ്കൗണ്ട് ശതമാനം എത്രയാണെന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. കൃത്യമായിട്ട് നമ്മളുടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ഡിസ്കൗണ്ട് ശതമാനമാണ് കണ്ടുപിടിക്കാനായിട്ട് തന്നിരിക്കുന്നത്. ഇവിടെ വിൽപ്പന വില എന്ന് പറയുന്നത് 840 രൂപയാണ്. അത് വിൽക്കുന്ന വില ഡിസ്കൗണ്ട് കൊടുത്തിട്ട് അത് വിൽക്കുന്ന വില എന്ന് പറയുന്നത് 714 രൂപയാണ്. ഇത് തമ്മിൽ കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് അവിടെ നൽകിയിരിക്കുന്ന ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അത് നമുക്ക് എത്രയാണെന്ന് കിട്ടും? 126 എന്നാണ് നമുക്ക് ലഭിക്കുക. അപ്പൊ 840 തുടക്കം ഉണ്ടായിരുന്ന വിൽപ്പന വില 714 രൂപയ്ക്ക് അത് വിൽക്കുന്നു. അപ്പോൾ അവിടെ ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. 126 രൂപയാണ് ഡിസ്കൗണ്ട് കൊടുത്തിരിക്കുന്നത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഡിസ്കൗണ്ട് ശതമാനം കണ്ടുപിടിക്കാനാണ്. അതായത് ഈ 126 എന്ന് പറയുന്നത് 840ന്റെ എത്ര ശതമാനമാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് 126 ഡിവൈഡ് ബൈ 840 ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഉത്തരം കിട്ടും. നമുക്ക് ഇതും നമുക്ക് വെട്ടിക്കളയാം. ഇനി ഇവിടെ നമ്മൾ 3 വെച്ച് പോയാൽ 42 വരും. ഇവിടെ നമുക്ക് 2 8 28 7 വെച്ച് പോയാൽ ഇവിടെ 6 തവണ, ഇവിടെ 4 തവണ, പിന്നെയും 2 വെച്ച് പോയാൽ ഇവിടെ 2 തവണ, ഇവിടെ 3 തവണ. ഇത് ഇങ്ങനെ വെട്ടിയാൽ 5 ആയി 3 15. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇപ്പോൾ ഇവിടെ കാൽക്കുലേഷൻസ് ഒക്കെ ഓരോരുത്തരുടെയും അവരുടേതായിട്ടുള്ള രീതിയിൽ ചെയ്യാം. നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 11 സംഖ്യകളുടെ ശരാശരി 66 ആണ്. ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ ശരാശരി 72 ആയി. ചേർത്ത സംഖ്യ ഏത്? ശരാശരി കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം നമുക്കറിയാം. തുക ഡിവൈഡ് ബൈ എണ്ണം എന്നതാണ് ശരാശരി കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം. ഇവിടെ ആദ്യത്തെ കേസിൽ വരുന്നത് നമ്മൾ കേസ് 1 ആണ് നോക്കുന്നത്. ഒന്നാമത്തെ കേസിൽ പറയുന്നത് 11 സംഖ്യകളുടെ ശരാശരി 66 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ശരാശരിയുടെ സ്ഥാനത്ത് 11 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. തുക നമുക്കറിയത്തില്ല, എണ്ണം നമുക്കറിയാം. ശരാശരി എന്ന് പറയുന്നത് 66 ആണ്, എണ്ണം എന്ന് പറയുന്നത് 11 ആണ്. അപ്പൊ നമുക്ക് തുക ഇവിടുന്ന് കിട്ടുമല്ലോ. ഇതിങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ തുക എന്ന് പറയുന്നത് 11 ഇൻറ്റു 66 ആണ്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എത്രന്ന് കിട്ടും? 726 എന്ന് കിട്ടും. അതായത് 11 സംഖ്യകൾ കൂട്ടിയാൽ കിട്ടുന്ന തുക എന്ന് പറയുന്നത് 726 എന്ന് കിട്ടും. രണ്ടാമത്തെ കേസിൽ പറയുന്നത് ഒരു സംഖ്യ അതിനോട് കൂടി ചേർത്തപ്പോൾ ശരാശരി 72 ആയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ നമ്മുടെ തുക എന്ന് പറഞ്ഞാൽ 726 ആണ്. അതിനോട് x എന്ന് പറയുന്ന ഒരു നമ്പർ കൂടി ചേർന്നിരിക്കുന്നു. അപ്പോൾ ഡിവൈഡഡ് ബൈ എണ്ണം എന്ന് പറയുന്നത് ഇപ്പൊ എത്രയായി? 11 ആയിരുന്നു നേരത്തെ. ഇപ്പൊ ഒരു സംഖ്യ കൂടി, അപ്പൊ എത്രയായി? 12 ആയി. അപ്പൊ നമുക്ക് കിട്ടിയ ശരാശരി ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 72. ഈ ഒരു ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്തിട്ട് എക്സിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാം. 726 പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 72 ഇൻറ്റു 12 എന്ന് വരും. ഇത് നമുക്ക് ഗുണിക്കണം. അപ്പോൾ 72 ഇൻറ്റു 10 ചെയ്യുമ്പോൾ 720 വരും. 72 ഇൻറ്റു 2 ചെയ്യുമ്പോൾ നമുക്കിവിടെ 144 എന്നാണ് വരിക. അപ്പോൾ ഇപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് 864. അതായത് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് നമുക്ക് എത്രയാണെന്ന് കിട്ടി? 864. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 864 കുറയ്ക്കണം 726. ഇതിന് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് 726 എന്നാകും. ഇത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 8 വരും. ഇവിടെ നമുക്ക് 5ൽ നിന്ന് 2 പോയാൽ 3 വരും. ഇവിടെ നമുക്ക് 1 വരും. 138. അപ്പോൾ നമ്മുടെ ആ പുതുതായിട്ട് ആഡ് ചെയ്ത സംഖ്യ ഏതാണ്? 138 ആണ്. ഇവിടെ ഓപ്ഷൻ എ ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. ഓപ്ഷൻ എ ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി ഇതല്ലാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ചോദ്യം ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും. എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ശരാശരി എന്ന് പറഞ്ഞാൽ 66 ആണ്. നേരത്തെ ഉണ്ടായിരുന്ന ശരാശരി എന്ന് പറയുന്നത് 66 ആണ്. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ശരാശരി കൂടുകയാണ് ചെയ്യുന്നത്. കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 66 പ്ലസ് പുതുതായിട്ട് എത്ര ആളുകളാണ് ഇപ്പോൾ ഉള്ളത്? 12 ആണ്. 12 ഇൻറ്റു ശരാശരിയിലുള്ള ഡിഫറൻസ് എത്രയാണ്? 66ഉം 72ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 66ഉം 72ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 6ന്റെ ഡിഫറൻസ് ആണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 138 കിട്ടും. പുതുതായിട്ട് അവിടെ ആഡ് ചെയ്ത നമ്പർ നമുക്ക് ലഭിക്കുന്നതാണ്. നേരത്തെ ഉണ്ടായിരുന്ന ശരാശരി പ്ലസ് ശരാശരിയിലുള്ള വ്യത്യാസം ഇൻറ്റു
എന്താണ് ടോട്ടൽ നമ്പേഴ്സ്, പുതുതായിട്ടുള്ള ടോട്ടൽ നമ്പർ. ഇത് ചെയ്താൽ നമുക്ക് എന്താണ് കിട്ടുക? 66 പ്ലസ് 6 2 12, പിന്നെ ഇവിടെ 72 8 13 138 എന്ന് കിട്ടും. എന്താണ് നമ്മൾ ചെയ്തത്? നേരത്തെ ഉണ്ടായിരുന്ന ശരാശരി പ്ലസ് പുതിയ ടോട്ടൽ എണ്ണം ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വളരെ എളുപ്പത്തിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഇനി ഇത് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ എന്ത് ചെയ്യുക? നമ്മൾ സാധാരണ ചെയ്ത മെത്തേഡിലൂടെ ഉത്തരത്തിലേക്ക് എത്തിച്ചേരുക. ഇനി അടുത്തത്, ഒരു ടാങ്ക് നിറയാൻ 3 പൈപ്പുകൾ 1 മണിക്കൂർ 30 മിനിറ്റ് എടുക്കുന്നു. അപ്പോൾ 3 പൈപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ടാങ്ക് 1 മണിക്കൂർ 30 മിനിറ്റ് കൊണ്ടാണ് നിറയുന്നത്. എന്നാൽ 2 പൈപ്പുകൾ ഉപയോഗിക്കുന്നത് വഴി ടാങ്ക് നിറയുവാൻ എത്ര സമയം വേണ്ടിവരും എന്നാണ് നമ്മുടെ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമുക്കൊരു ലോജിക്കൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. നമ്മൾ ഇത്രയും ചിന്തിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ നമ്മുടെ 1 ലിറ്റർ വെച്ചിട്ടാണ് ഒരു പൈപ്പ് നിറയ്ക്കുന്നതെന്ന് വിചാരിക്കുക. 1 ലിറ്റർ വെച്ചിട്ടാണ് ഓരോ മിനിറ്റിലും ഒരു പൈപ്പ് ഇങ്ങനെ നിറയ്ക്കുന്നതെന്ന് നമ്മളൊന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ 3 പൈപ്പുകളാകുമ്പോൾ 3 ലിറ്റർ ഉണ്ട്. ടോട്ടൽ എത്ര മിനിറ്റ് ഉണ്ട്? 1 മണിക്കൂർ 30 മിനിറ്റ്. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് പ്ലസ് 30 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 90 മിനിറ്റ്. അപ്പോൾ 1 മണിക്കൂറിൽ 3 ലിറ്റർ ഇൻറ്റു 90 ചെയ്യുമ്പോൾ എത്രയാണ്? 270 ലിറ്ററാണ് അവിടെ നിറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത കേസിലേക്ക് വരുമ്പോൾ 2 പൈപ്പുകളേ ഉള്ളൂ. അപ്പോൾ 270 ലിറ്റർ നിറയ്ക്കാൻ ഈ 2 പൈപ്പുകൾക്ക് എത്ര സമയം എടുക്കും? എന്ത് ചെയ്താൽ മതി? ഡിവൈഡഡ് ബൈ 2 എന്ന് ചെയ്താൽ മതി. ഇത് നമുക്ക് ചെയ്യുമ്പോൾ 1 3 5 എന്ന് വരും. 135 മിനിറ്റ് ആണ്. 135 മിനിറ്റ് ആണ്. അപ്പോൾ 120 എന്ന് പറയുമ്പോഴോ 2 മണിക്കൂർ പിന്നെ ഒരു 15 കൂടെ. അപ്പോൾ 2 മണിക്കൂർ 15 മിനിറ്റ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. വലിയ ഇക്വേഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട. നമ്മൾ ജസ്റ്റ് ഒന്ന് ലോജിക്കിലൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത്. തന്നിരിക്കുന്ന സമവാക്യത്തിലെ കെയുടെ വില എത്ര എന്നാണ് ചോദ്യം. 2k+1 ഇൻറ്റു 2⁵ ഈസ് ഈക്വൽ ടു 2⁵7 എന്നാണ് നൽകിയിരിക്കുന്നത്. നമ്മൾ a⁻m ഇൻറ്റു a⁻n എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. a⁻m+n എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ആ രീതി തന്നെയല്ല ഈ ഒരു പോർഷൻ ഉള്ളത്. അപ്പോൾ നമുക്ക് 2k+1 + 5 ഈസ് ഈക്വൽ ടു 2⁵7 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി നമ്മളൊന്ന് പഠിച്ചിട്ടുണ്ട് a⁻m ഈസ് ഈക്വൽ ടു a⁻n ആണെങ്കിൽ m ഈസ് ഈക്വൽ ടു n ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഈ 2 പോർഷനും ഈക്വൽ ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? k+1 + 5 ഈസ് ഈക്വൽ ടു 7 എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് k+1 + 5 എന്ന് പറയുമ്പോൾ എന്തായിട്ട് മാറും? 1 + 5 എന്ന് പറയുമ്പോൾ 6 ആയിട്ട് മാറും. ഇവിടെ 6 ആയിട്ട് മാറും. ഇത് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴോ k ഈസ് ഈക്വൽ ടു 7 - 6 നമുക്ക് അവിടെ കിട്ടേണ്ടത് 1 എന്നാണ് നമുക്ക് അവിടെ കിട്ടുക. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. ഇനി നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, എ ഒരു ജോലി 20 ദിവസം എടുത്ത് പൂർത്തിയാക്കുന്നു. എയും ബിയും കൂടി ഒരുമിച്ച് ആ ജോലി പൂർത്തിയാക്കാൻ 12 ദിവസം എടുക്കുന്നു. എന്നാൽ ബി മാത്രമായ പ്രസ്തുത ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസം എടുക്കും എന്നാണ് നമ്മുടെ ചോദ്യം. ഇത് നമുക്ക് LCM മെത്തേഡിലൂടെ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അതായത് ഇവിടെ എന്റെ കേസിൽ പറയുന്നത് 20 ദിവസം കൊണ്ടാണ് ജോലി പൂർത്തിയാക്കുന്നത്. എയും ബിയും കൂടെ ചേർന്നിട്ട് ആ ജോലി പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം 12 എന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബി ഒറ്റയ്ക്ക് ആ ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസം എടുക്കും എന്നാണ് നമ്മുടെ ചോദ്യത്തിൽ കണ്ടുപിടിക്കാനായിട്ട് തന്നിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ തന്നിരിക്കുന്ന ഈ നമ്പർ ഉണ്ടല്ലോ, 20ഉം 12ഉം, 20ന്റെയും 12ന്റെയും LCM എടുക്കുക. 20ന്റെയും 12ന്റെയും LCM നമുക്ക് കാണാൻ അറിയാലോ. ഇത് നമ്മൾ 2 വെച്ച് പോവുകയാണെങ്കിൽ ഇവിടെ 10 വരും, ഇവിടെ 6 വരും, പിന്നെ 2 വെച്ച് പോവുകയാണെങ്കിൽ 5ഉം 3ഉം വരും. ഇനി പോകത്തില്ലല്ലോ. I3 15, 15ഉം 2ഉം എത്ര വരും? 30, 30 2ഉം 60. അപ്പോൾ നമുക്കിപ്പോൾ LCM എത്ര എന്ന് കിട്ടി? 60 എന്ന് കിട്ടി. അതായത് ഈ LCM 60 കൊണ്ട് അർത്ഥമാക്കുന്നത് ടോട്ടൽ അവിടെ ചെയ്യാനുള്ള ജോലി എന്ന് പറയുന്നത് 60 എന്ന് സങ്കല്പിക്കുന്നു. ടോട്ടൽ അവിടെ ചെയ്യാനുള്ള ജോലി എന്ന് പറയുന്നത് 60 എന്ന് സങ്കല്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന ആള് 20 ദിവസം എടുത്തിട്ടാണ് ഈ 60 ജോലി ചെയ്യുന്നത്. 20 ദിവസം കൊണ്ടാണ് 60 ജോലി പൂർത്തീകരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം എ ചെയ്യുന്ന ജോലി എത്രയായിരിക്കും? 60 / 20 ആണല്ലോ. അതായത് നമുക്കവിടെ 3 എന്ന് കിട്ടും. അതേപോലെ തന്നെ A+B ഒരുമിച്ചിട്ട് 12 ദിവസം എടുക്കും ഈ 60 ജോലി പൂർത്തീകരിക്കാൻ. അപ്പോൾ ഒരു ദിവസം A+B ഒരുമിച്ച് ചെയ്യുന്ന ജോലി എത്രയായിരിക്കും? 60 / 12 നമുക്കവിടെ 5 എന്ന് കിട്ടും. അതായത് എ ഒറ്റയ്ക്ക് ഒരു ദിവസം ചെയ്യുന്ന ജോലി 3, എയും ബിയും കൂടിയിട്ട് ഒരു ദിവസം ഒരുമിച്ച് ചെയ്യുന്ന ജോലി 5 ആണ്.
അങ്ങനെയാണെങ്കിൽ ബി ഒറ്റയ്ക്ക് ഒരു ദിവസം എത്ര ജോലി ചെയ്യും നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെയാണ്? ഇത് തമ്മിൽ കുറച്ചാൽ മതിയല്ലോ. കാരണം എ പ്ലസ് ബി ആണ് 5 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്റെ വാല്യൂ ഓൾറെഡി ഇവിടെ ഉണ്ട്, 3 ആണ്. അപ്പോൾ 5ഉം 3ഉം കൂടെ കുറച്ചാൽ കിട്ടുന്ന 2 ആണ് ബി ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ബി ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 2 ജോലിയാണ്. ടോട്ടൽ എത്ര ജോലി അവിടെ ചെയ്യണം? 60 ജോലി അവിടെ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര ദിവസം എടുക്കും? 60/2 ചെയ്താൽ മതി. അപ്പൊ നമുക്ക് അവിടെ 30 എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഈ ഒരു രീതി ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് വലിയ കാൽക്കുലേഷൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ എന്താണ് ആദ്യം ചെയ്തത്? LCM എടുക്കുന്നു. എന്തിന്റെ LCM? ഇവിടെ തന്നിരിക്കുന്ന ഈ 20ന്റെയും അതേപോലെ തന്നെ 12ന്റെ LCM എടുക്കുന്നു. 60 എന്ന് കിട്ടുന്നു. ഇത് നമ്മൾ സങ്കല്പിക്കുന്നു. ടോട്ടൽ അവിടെയുള്ള വർക്കുകളുടെ എണ്ണം 60 ആണെന്ന് നമ്മൾ സങ്കല്പിക്കുന്നു. എ എന്ന് പറയുന്ന ആള് 20 ദിവസം എടുത്തിട്ടാണ് ഈ പറഞ്ഞ 60 വർക്കുകൾ പൂർത്തീകരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ചെയ്യുന്ന ജോലിയുടെ എണ്ണം ചോദിച്ചാൽ 60/20 നമുക്ക് അവിടെ കിട്ടുന്നത് 3 ആണ്. 60 ജോലിയിൽ 3 ജോലിയാണ് ഒരു ദിവസം എ ചെയ്യുന്നത്. ഇനി ബി എന്ന് പറയുന്നതും എയും കൂടി ചേർന്നിട്ട് 12 ദിവസം കൊണ്ടാണ് ഈ പറഞ്ഞ 60 ജോലി പൂർത്തീകരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 60/12 നമുക്ക് അവിടെ 5 എന്ന് കിട്ടുന്നു. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എടുത്താൽ ബി ഒരു ദിവസം ചെയ്യുന്ന ജോലി എത്ര എന്ന് കിട്ടും? അത് നമുക്കവിടെ 2 എന്ന് കിട്ടി. അതായത് ബി എന്ന് പറയുന്ന ആള് ഒരു ദിവസം 2 ജോലിയാണ് ചെയ്യുന്നത്. ടോട്ടൽ അയാൾക്ക് ചെയ്യാനുള്ളത് 60 ജോലിയാണ്. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് അത് തീർക്കും എന്ന് ചോദിച്ചാൽ 60/2 നമുക്ക് കിട്ടുന്നത് 30 എന്നാണ്. വളരെ സിമ്പിൾ ആയിട്ട് ചിന്തിച്ചാൽ തന്നെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഇപ്പോൾ ഇവിടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. 76ാമത്തെ ചോദ്യം ഡിലീറ്റ് ആക്കിയ ചോദ്യമാണ്. 76ാമത്തെ ചോദ്യം. 77ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. 77ാമത്തെ ചോദ്യം. രാജു 8 കിലോമീറ്റർ വടക്കോട്ട് സൈക്കിൾ യാത്ര ചെയ്യുന്നു. ഇപ്പൊ രാജു എന്ന് പറയുന്ന ആളുടെ പൊസിഷൻ ഇതാന്ന് എടുക്കുക. 8 കിലോമീറ്റർ വടക്കോട്ട് പോയി, പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ യാത്ര ചെയ്യുന്നു. അപ്പൊ ഇപ്പോൾ അദ്ദേഹത്തിന്റെ പൊസിഷൻ ഈ ഒരു ഡയറക്ഷനിലാണ്. ഇപ്പൊ ഇതാണ് ഇടതുവശം എന്ന് പറയുന്നത്, ഇതാണ് എന്ത്? വലതുവശം എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം വലത്തോട്ട് തിരിഞ്ഞിട്ട് എന്താണ് 2 കിലോമീറ്റർ പോയി എന്നാണ് പറഞ്ഞത്. അപ്പൊ 2 കിലോമീറ്റർ അയാൾ ഈ ഒരു ഡയറക്ഷനിൽ പോയിരിക്കുകയാണ്. വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 1 കിലോമീറ്റർ യാത്ര ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഇടതുവശം ഇതാണ്, വലതുവശം താഴോട്ടാണ്. അപ്പോൾ 1 കിലോമീറ്റർ ആണ് അദ്ദേഹം യാത്ര ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ രാജുവിന്റെ യാത്ര ഏത് ദിക്കിലാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാൻ പറ്റി താഴോട്ടല്ലേ. അപ്പൊ എന്താണ്? തെക്ക് ദിശയിലാണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. 77ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി, തെക്ക് എന്നാണ് ഉത്തരമായിട്ട് വരിക. ഇതാണ് നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യം കോഡിങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഹാലോ എന്ന വാക്ക് KHWR എന്ന് കോഡ് ചെയ്യപ്പെട്ടുന്നു, എന്നാൽ വേൾഡ് എന്ന വാക്കിന്റെ കോഡ് എന്ത്? അപ്പൊ ഹാലോ എങ്ങനെയാണ് കോഡ് ചെയ്തിരിക്കുന്നത് ആദ്യം നോക്കണം. ഇവിടെ H ആണ് തന്നിരിക്കുന്ന ലെറ്റർ. H കഴിഞ്ഞാൽ മൂന്നാമത് വരുന്നത് K ആണ്. അപ്പൊ മൂന്നാമത് വരുന്നതാണ് K എന്ന് പറയുന്നത്. അതാണ് ഇവിടെ കോഡ് ചെയ്തിരിക്കുന്നത്. E കഴിഞ്ഞാൽ മൂന്നാമത് വരുന്നതാണ് H. അതുപോലെ L കഴിഞ്ഞാൽ മൂന്നാമത് വരുന്ന ലെറ്റർ ആണ് O എന്ന് പറയുന്നത്. അടുത്ത L കഴിഞ്ഞാൽ മൂന്നാമത് വരുന്നതാണ് O കഴിഞ്ഞാൽ മൂന്നാമത് വരുന്നതാണ് R. അപ്പൊ എങ്ങനെയാണ് കോഡ് ചെയ്തിരിക്കുന്നത് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റി. നമ്മളോട് കോഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് വേൾഡിനെയാണ് കോഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ലോജിക് ഉപയോഗിച്ച് വേൾഡിനെ കോഡ് ചെയ്യണം. അപ്പൊ ഇവിടെ നമുക്ക് W കഴിഞ്ഞാൽ മൂന്നാമത്തത്, W എന്ന് പറയുമ്പോൾ ഇതാണ്, Z വരും. Z വെച്ച് തുടങ്ങുന്ന ഒറ്റൊരു ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം 4, 7, 12 തന്നിരിക്കുന്ന സംഖ്യാക്രമത്തിലെ 4ാമത്തെ സംഖ്യ ഏത്? ഇവിടെ എങ്ങനെയാണ് ഈ സീരീസ് ഫോം ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. 4ഉം 7ഉം തമ്മിലുള്ള ഡിഫറൻസ് 3, 7ഉം 12ഉം തമ്മിലുള്ള ഡിഫറൻസ് 5. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും 3, 5. അതായത് 3 കഴിഞ്ഞാലുള്ള ഒറ്റ സംഖ്യയാണ് 5. 5 കഴിഞ്ഞാൽ വരുന്ന ഒറ്റ സംഖ്യ ഏതാണ്? 7 ആണ്. 7 ഇതിനോട് കൂട്ടിയാൽ മതി. അപ്പൊ നമുക്കിവിടെ 19 എന്ന് കിട്ടും. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഈ ഒരു രീതിയിലാണ് ഈ ഒരു സീരീസ് ഫോം ചെയ്തിരിക്കുന്നത്. അടുത്തത് സിംപ്ലിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. എ എന്ന് പറയുന്നത് പ്ലസ് ചിഹ്നത്തെയും ബി മൈനസ് എന്ന ചിഹ്നത്തെയും സി ഡിവിഷൻ എന്ന ചിഹ്നത്തെയും ഡി എന്ന് പറയുന്ന മൾട്ടിപ്ലിക്കേഷൻ എന്ന ചിഹ്നത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 18A 12C 6D 22B5 ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാനാണ്. അപ്പൊ നമ്മുടെ 18 എ എന്ന് പറയുന്നത് അഡീഷൻ ആണ്. അപ്പൊ 12 സി എന്ന് പറയുന്ന ഡിവിഷൻ ആണ്. അപ്പൊ നമുക്ക് 6 ഡി എന്ന് പറയുന്ന മൾട്ടിപ്ലിക്കേഷൻ ആണ്. നമുക്ക് അവിടെ 2 × 2 വരും. ബി എന്ന് പറഞ്ഞാൽ -5.
ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ ഡിവിഷനുള്ള പോർഷൻ ചെയ്യുക. അതായത് നമുക്ക് ഈ ഒരു പോർഷൻ ആദ്യം ചെയ്യണം. അതായത് 18 പ്ലസ് 12/6 എന്ന് പറയുമ്പോൾ എത്ര വരും? 12/6 2 വരും. 2 × 2 എന്ന് പറയുമ്പോൾ എത്ര വരും? 4 വരും. അപ്പോൾ ഈ ഒരു പോർഷൻ നമുക്ക് എന്തായിട്ട് മാറും? 4 ആയിട്ട് മാറും. -5. 18 + 4 22. 22നോട് 5 കുറച്ചാൽ 17. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മുടെ 80ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഈ ഒരു പരീക്ഷയിൽ ചോദിച്ച 10 ചോദ്യത്തിൽ 9 ചോദ്യങ്ങൾ ചെയ്തു. ഒരു ചോദ്യം ഡിലീറ്റ് ആക്കിയിരുന്നു. അപ്പോൾ നമ്മൾ LDC 2024 ചോദ്യപേപ്പറിലുള്ള മാത്സിലെ ചോദ്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. അത് മിക്കവാറും നമ്മുടെ സെക്രട്ടേറിയറ്റ് OA പരീക്ഷയ്ക്ക് ഗുണം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ തുടർന്നുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.